ദൈവഹിതം എന്ന വാക്ക് പലപ്പോഴും നമ്മുടെ പ്രവർത്തികളെ ന്യായീകരിക്കാനോ ലഘൂകരിക്കാനോ നമുക്കനുകൂലമായി കാര്യങ്ങളെ വളച്ചൊടിക്കാനോ സൗകര്യം പോലെ ഉപയോഗിക്കുന്ന ഒരു വാക്കായി ദൈവഹിതം എന്നത് മാറിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞത്, കേട്ടാൽ നിഷ്കളങ്കമെന്ന് തോന്നുന്ന വളരെ നൈവായ ഒരു വാക്കാണ് ദൈവഹിതം. എന്നാൽ ഇത്രയധികം ചതിക്കുഴികൾ ഒളിഞ്ഞിരിക്കുന്ന, ഇത്രയധികം അപകടങ്ങൾ ഒളിച്ചിരിക്കുന്ന, ഇത്രയധികം മരണം മണക്കുന്ന മറ്റൊരു വാക്കുണ്ടോ എന്ന് നാം ഗൗരവമായി ഈ ദിവസങ്ങളിൽ ആലോചിക്കാനായി പോവുകയാണ്. എങ്ങനെയാണ് ദൈവഹിതം എന്നത് ഒരു തമാശയായി മാറുന്നത് എന്നത് പറയാം. 2 ഇടവക മിഷൻ അംഗങ്ങൾ ഒരു ഭയങ്കര സുവിശേഷ വേലയിൽ വലിയ തൽപരരാണ്. എന്തിനും ഏതിനും ബൈബിൾ വാക്യം അവർ ഉദ്ധരിക്കും. ഇവർ 2 പേരും കൂടെ ഒരു യാത്ര പോയി. അതിലൊരാൾ ഉച്ചയ്ക്ക് ഭക്ഷണം, ചോറിൻ്റെ പൊതി കയ്യിൽ കരുതിയിരുന്നു. മറ്റേ ആളുടെ കയ്യിൽ ചോറും പൊതിയില്ല. ഉച്ചയായി. ചോറും പൊതി കൊണ്ടുവന്നയാൾ അദ്ദേഹത്തിന് വിശന്നപ്പോൾ നല്ല വാഴയിലക്കകത്ത് പൊതിഞ്ഞ ഈ ഭക്ഷണം അങ്ങോട്ട് തുറന്നു. നല്ല പാവയ്ക്ക മെഴുക്കുവരട്ടിയും പിന്നെ ചാക്കക്കുരു മെഴുക്കുവരട്ടിയും എല്ലാം കൂടി, പിന്നെ വാഴയിലയുടെ മണവും മാങ്ങാ ചമ്മന്തിയും, ഇതിൻ്റെ മണം പിള്ളേരുടെ ഭാഷയെ പറഞ്ഞാൽ പിന്നെ ഒന്നും കാണത്തില്ല. ചോറും പൊതി കൊണ്ടുവരാഞ്ഞ ആൾക്ക് ഈ ഒന്നാമത് നല്ല വിശപ്പ്, അതിൻ്റെ കൂടെ ഇതിൻ്റെ മണം. സാഹി കെട്ടപ്പം ഇയാൾ പറഞ്ഞിടേ എനിക്കൂടെ താടേ ചോറ്. അപ്പോൾ വേദപുസ്തകം കണ്ടമാനം പഠിച്ചിട്ടുള്ള ആളായതുകൊണ്ട് ഈ എടോ മിഷൻ സഹോദരൻ പറഞ്ഞു, എന്താ പറഞ്ഞിരിക്കുന്നതെന്നറിയാമോ? അപ്പം തരത്തില്ല, ചോറ് തരത്തില്ല. അപ്പം ഈ ചോറ് എങ്ങനെയെങ്കിലും കയ്യിലാക്കണമെങ്കിൽ ഇവനോട് വേദപുസ്തകത്തിലെ ഒരു വാക്യം പറഞ്ഞെങ്കിൽ ഇവന് കുറ്റബോധം തോന്നും. അപ്പോൾ ഈ ചോറ് കൊണ്ടുവരാത്ത അച്ചായൻ ചോറ് കൊണ്ടുവന്ന അച്ചാനോട് പറഞ്ഞെടാ, നിന്നെപ്പോലെ നിൻ്റെ കൂട്ടുകാരനെ സ്നേഹിക്കണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഈ വാക്യം കേട്ടതും മുടിഞ്ഞ കുറ്റബോധമായി. നീ കഴി, മനസ്സിൽ പറഞ്ഞു കാണും, കൊണ്ടുപോയി വിഴുങ്ങ്. കാരണം വാക്യം കേട്ടപ്പോഴത്തേക്ക് കൈവിട്ടുപോയി, ചോറുംപതി കൈ കിട്ടി. പക്ഷേ ചോറുണ്ണാൻ അങ്ങോട്ട് തുടങ്ങിയതായതുകൊണ്ട് അയാൾക്കും കൊതി സഹിക്കാൻ മേല. ഇവൻ ഇരുന്ന് വിഴുങ്ങുക. എന്നാൽ ഇവൻ കൊണ്ടുവന്ന പൊതിയാണെന്നെങ്കിലും ഒരു വിചാരം വേണ്ടേ? അപ്പം പകുതിയെങ്കിലും കിട്ടട്ടെ എന്ന് കരുതി ആ കൂട്ടുകാരൻ ഉപയോഗിച്ച തന്ത്രം ഇയാൾ അങ്ങോട്ട് പ്രയോഗിച്ചു. എടാ, നീയല്ലേ പറഞ്ഞത്, വേദോസ്തവത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണം. അപ്പോൾ ഇവൻ പറയാം, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കൂടെ താടാ. എടാ, വേദോസ്തവം ശരിക്ക് വായിക്കണം. ഇവൻ പറയാ, നിന്റെ അയൽക്കാരനുള്ള യാതൊന്നിനെയും മോഹിക്കരുത്. 2 പേരും ചോറ് കിട്ടാനും ഉപയോഗിക്കുന്നത് വേദപുസ്തകം, ചോറ് കൊടുക്കാതിരിക്കാൻ. അതുകൊണ്ട് സ്ഥാനത്തും അസ്ഥാനത്തും വെറുതെ കയറി വേദപുസ്തക വാക്യം ഉദ്ധരിക്കുന്നത് കൊണ്ട് അത് ദൈവഹിതവും ദൈവീകവുമാവില്ല. അതിൻ്റെ പിന്നിലെ ഉദ്ദേശ്യം വളരെ പ്രധാനമാണ്. എന്ത് ലളിതമെന്ന് നമ്മൾ കരുതുന്ന ഒരു വാക്ക് ദൈവഹിതം, അതിൻ്റെ അകത്ത് ഇത്രയും കുഴപ്പമുണ്ടോ? ആ വാക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണോ? അത് നമുക്ക് വളച്ചൊടിക്കാൻ പറ്റുന്നതാണോ? ലോകത്തിൽ ഇത്രയധികം വളച്ചൊടിക്കപ്പെട്ട മറ്റൊരു വാക്കില്ല ദൈവഹിതം പോലെ. ഈ വാക്കിൽ ഒതുങ്ങിയിരിക്കുന്ന പ്രശ്നങ്ങൾ ആദ്യം അറിയാതെ, ഈ വാക്കിൽ ഒളിച്ചിരിക്കുന്ന ചില ചുഴികൾ, മരണച്ചുഴികൾ, ചില സ്വാർത്ഥതയുടെ ചുഴികൾ, ചില അപകട ചുഴികൾ, ചില സാമ്രാജ്യ ചുഴികൾ ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട്.
അതിനെ ഒന്ന് നമുക്ക് ചെറിയതായി പറഞ്ഞു തുടങ്ങിയെങ്കിൽ മാത്രമേ ജോസഫ് പറയുന്നതിൻ്റെ പൊരുൾ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ അറിയാൻ പറ്റും. തിരുമേനിയുടെ സ്ഥലത്തിനടുത്താണ് ഇലന്തൂർ നരബലി നടന്നത്. തിരുമേനി ഇപ്പോൾ പറയും, അല്ല ഇലന്തൂരിൽ നിന്നും നല്ല ദൂരമുണ്ട് തിരുമേനിയുടെ സ്ഥലമെന്ന് പറയും. അവിടെയാണ് എന്ത് നടന്നത്? നരബലി. നരബലി നടത്തിയ ആള് പറഞ്ഞത് എന്താണെന്നറിയാമോ? ഇതെന്താണ്? ദൈവഹിതമാണ്. വയനാട് പ്രകൃതി ദുരന്തമുണ്ടായി, ദൈവഹിതമാണോ? അല്ല. മനുഷ്യൻ പ്രകൃതിയുടെ മേൽ നടത്തിയ നായാട്ടിന് പ്രകൃതി തിരിച്ചടിച്ചതല്ലേ? ഇത് ദൈവഹിതമാണോ? ദൈവം മനുഷ്യന് കൊടുത്ത നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള ആ കഴിവ് പ്രയോഗിക്കാത്തതിൻ്റെ ഫലമാണോ? ദൈവഹിതം എന്ന് പറഞ്ഞാൽ എന്താണ്? കാസർഗോഡ് എൻഡോസൾഫാൻ ദുരന്തം, ഇപ്പോഴും അവിടെ ആര് കണ്ടാലും കരഞ്ഞു പോകുന്ന തരത്തിൽ ചില ജീവിതങ്ങളുണ്ട്. അവർ അങ്ങനെ ജനിച്ചതും ഇപ്പോൾ ജനിച്ചുകൊണ്ടിരിക്കുന്നതും ദൈവഹിതമാണോ? മനുഷ്യന്റെ പാപത്തിന്റെ ഫലമാണോ? 2018 വെള്ളപ്പൊക്കം മനുഷ്യൻ വരുത്തിയതാണോ ദൈവം വരുത്തിയതാണോ? കൊറോണ എന്ന് പറയുന്ന വലിയ പകർച്ചവ്യാധി, ഇത് ദൈവഹിതമാണോ അതോ മനുഷ്യൻ വരുത്തിയതാണോ? നമ്മൾ മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന എല്ലാത്തിനും ദൈവത്തെ കൂട്ടുപിടിക്കരുത്. ഒരാൾ പഠിക്കാതെ ഉഴപ്പി നടന്ന് പരീക്ഷയ്ക്ക് 8 നില പൊട്ടിയിട്ട് അത് ദൈവത്തിൻ്റെ ഹിതമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അവനെ ഒലക്ക കൊണ്ടടിക്കുമോ ഇല്ലയോ? എന്താണ് ദൈവഹിതം? മദ്യപിച്ച് വാഹനമോടിച്ച് വല്ല കടയിലും പോസ്റ്റേലും ചെന്ന് ഇടിച്ചിട്ട് അത് ദൈവഹിതമാണെന്ന് പറയാമോ? മദ്യപിച്ച് തിരിച്ചു വന്ന് ഭാര്യയെ ഇടിച്ചിട്ട് അത് ദൈവഹിതമാണെന്ന് പറയാമോ? നമ്മൾ ഈ വാക്ക് എത്ര സ്ഥലത്ത് ദൈവത്തിന് ഇഷ്ടമല്ലാത്ത തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം അദ്ദേഹം പറഞ്ഞു, മൊത്തത്തിൽ പറഞ്ഞ ഒരു ഗുണദോഷമാണ്, ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് പല വേതാളങ്ങളും വരും. ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇത് നമുക്ക് മറ്റൊരു തരത്തിൽ വായിച്ചെടുക്കാം. ദൈവം പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞ്, ദൈവഹിതമാണെന്ന് പറഞ്ഞ് മനുഷ്യൻ്റെ അജണ്ടകൾ നടപ്പിലാക്കുന്നുണ്ട്. ലളിതമായി പറഞ്ഞാൽ ദൈവഹിതം എന്നത് ഒരു കാര്യമായ വിശദീകരണം അർഹിക്കുന്ന ഒന്നാണ്. എന്നാൽ എല്ലാത്തിനും വിശദീകരണങ്ങളില്ല. ഞാൻ എന്തുകൊണ്ട് പഞ്ചാബിൽ ജനിച്ചു? ഞാൻ പഞ്ചാബിലാണ് ജനിച്ചത്. എൻ്റെ അപ്പനും അമ്മയും പട്ടാളത്തിലായിരുന്നു. അതുകൊണ്ട് അപ്പൻ പട്ടാളത്തിലായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ പേര് മോത്തി എന്നിട്ടത്. ഒരു മഹാൻ്റെ പേര് കിടക്കട്ടെ, ഇനി അതിൻ്റെ കുറവ് കൊണ്ട് ഇവൻ നന്നായില്ലെന്ന് വേണ്ട എന്ന് വിചാരിച്ചിട്ടതാണ്. അന്നത്തെ ആ കളറൊക്കെ കണ്ടാൽ ആരും, പിന്നെ ഈ കുട്ടനാട്ടിൽ വന്ന കാലാവസ്ഥയൊക്കെ മോശമായതുകൊണ്ട് ഞാൻ ബ്ലാക്ക് മോത്തി ആയിപ്പോയെന്നുള്ളതേ ഉള്ളൂ. ശരിക്കും ഒറിജിനലി ഇങ്ങനെ അല്ലായിരുന്നു. സംശയമുള്ളവർക്ക് എൻ്റെ പോളിയോ എടുത്ത സമയത്തെ ഫോട്ടോ ഞാൻ അയച്ചു തരാം. നല്ല വെളുത്തായിരുന്നു.
ഞാൻ എന്തുകൊണ്ട് അവിടെ ജനിച്ചു എനിക്കറിയില്ല. ഞാൻ എന്തുകൊണ്ട് മാർത്തോമാ സഭയിലെ അംഗമായി എനിക്കറിയില്ല. എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിൽ സംഭവിക്കുന്നതിലെ ഒട്ടുമിക്ക കാര്യങ്ങളും നമുക്ക് ഗ്രഹിക്കാൻ അത്ര പ്രയാസമുള്ളതല്ല. ഗ്രഹിക്കാനും വിശദീകരിക്കാനും സാധിക്കാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് വിടാം. ദൈവഹിതം എന്തെന്ന് നമ്മൾ പറയുന്നതിന് മുൻപ്, ദൈവഹിതം എന്ത് എന്ന വാക്ക് അല്ലെങ്കിൽ ആ വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെക്കണം. ഒന്ന്, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന, ഒരു കുടുംബത്തിൽ സംഭവിക്കുന്ന, ഒരു ദേശത്ത് സംഭവിക്കുന്ന ഒരു ദുരന്തം, അത് ദൈവത്തിൻ്റെ ഹിതമായിരിക്കും എന്ന് പറയുന്നതിന് മുൻപ് ഒന്നാമത് പറയേണ്ടത്, ഇത് അവോയ്ഡബിൾ ആയിരുന്നോ? ഇത് മനുഷ്യൻ അല്പം കൂടെ വിവേകത്തോടെ പെരുമാറിയിരുന്നെങ്കിൽ, അല്പം കൂടെ മനുഷ്യ സ്നേഹത്തിൽ ജീവിച്ചിരുന്നെങ്കിൽ, അല്പം കൂടെ ദൈവഭയത്തോടെ ജീവിച്ചിരുന്നെങ്കിൽ ഈ ദുരന്തം ഒഴിവാക്കാമായിരുന്നോ? If it is an avoidable tragedy, it is not God's will. രണ്ട്, ഒരാളുടെ ജീവിതത്തിൽ ഒരു വിജയം, ഒരു ജോലി, അത് നേടാമായിരുന്നു. പക്ഷേ എൻ്റെ അശ്രദ്ധ കൊണ്ടും എൻ്റെ ഉഴപ്പ് കൊണ്ടും ഞാൻ പഠിക്കാതെ നടന്നതുകൊണ്ടും എനിക്കത് സാധിച്ചില്ല. If it were achievable, then it is not God's will. അപ്പോൾ ഒന്ന്, ഒരു ദേശത്തോ ഒരു വ്യക്തിക്കോ ഒരു കുടുംബത്തിലോ ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ അശ്രദ്ധ കൊണ്ടും മനുഷ്യസ്നേഹമില്ലായ്മ കൊണ്ടും ദൈവഭയമില്ലായ്മ കൊണ്ടും സംഭവിച്ചതാണെങ്കിൽ, if we could have avoided it, അത് അവോയ്ഡബിൾ ആണെങ്കിൽ അതെന്തല്ല, അത് മനുഷ്യഹിതമാണ്, ദൈവഹിതമല്ല. രണ്ട്, അത് അച്ചീവബിൾ ആയിരുന്നോ? മൂന്ന്, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രവൃത്തിയുടെ ഫലമായി ഒരു ദുരന്തമോ ഒരു അപകടമോ സംഭവിച്ചാൽ അത് ദൈവഹിതമാണ് എന്ന് നാം പറയുകയാണെങ്കിൽ ആ പ്രവൃത്തി ചെയ്തയാൾക്ക് ന്യായവിധി ഉണ്ടോ? ഒരാൾ ഒരു കൊലപാതകം ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരാൾ ഒരു ബലാത്സംഗം ചെയ്യുന്നു, ഒരാൾ ഒരു കഞ്ചാവ് കടത്ത് നടത്തുന്നു, എന്തെങ്കിലും ഒരു അധാർമിക പ്രവൃത്തി ആയിരിക്കട്ടെ, അത് ചെയ്തതിൻ്റെ ഫലമായി ചില വിപത്തുകൾ വന്ന് സംഭവിക്കുമ്പോൾ അവിടെ ചെന്നേച്ച് ഇത് ദൈവഹിതമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ പ്രവൃത്തി ദൈവഹിതമാണ് എന്നാണ്. ആ പ്രവൃത്തി ദൈവഹിതമാണെങ്കിൽ ആ പ്രവൃത്തിക്ക് ദൈവം ആ വ്യക്തിയെ ന്യായം വിധിക്കുമോ? യൂദ ദൈവഹിതപ്രകാരമാണ് യേശുവിനെ ഒറ്റിക്കൊടുത്തതെങ്കിൽ അന്ത്യനാളിൽ ദൈവം യൂദായെ ന്യായം വിധിക്കുമോ? യൂദായെ ദൈവം ന്യായവിധിയിൽ നിന്ന് ഒഴിവാക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ യൂദാ ചെയ്തത് എന്താണ്? ദൈവഹിതമാണ്. തൻ്റെ ഗുരുവും തൻ്റെ പ്രിയനുമായവനെ പച്ചയ്ക്ക് ചതിച്ച, ഒറ്റിക്കൊടുത്ത, പിള്ളാരുടെ ന്യൂ ജനറേഷൻ ഭാഷയിൽ പറഞ്ഞാൽ യേശുവിനെ തേച്ചയാളാണ് ആര്? ഈ മനുഷ്യനെ നോക്കി യേശു പറഞ്ഞു, ഇവൻ ജനിക്കാതിരുന്നെങ്കിൽ ഇവന് കൊള്ളായിരുന്നു.
കാരണം ഒരു കാലത്തും ന്യായീകരിക്കാനാവാത്ത ഒരു പ്രവൃത്തിയാണ് യൂദ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ യൂദ ചെയ്തതിനെ ദൈവഹിതം എന്ന് വിളിക്കാമോ? 4, ഒരു കാര്യം, ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ അത് ദൈവഹിതമാണെന്ന് പറയുന്നതിന് മുൻപ് ആ ദുരന്തത്തിൻ്റെ ഇരകൾക്ക് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നാലോചിക്കണം. ഒരു സങ്കടവും ഒരു ദുരന്തവും ഒരു അപകടവും ഒക്കെ സംഭവിക്കുമ്പോൾ അതിൻ്റെ ഇരകൾ എന്തു പറയുന്നു എന്നത് കേൾക്കാതെ, ഇരകളുടെ പക്ഷത്ത് നിന്ന് ആലോചിക്കാതെ ദൈവഹിതം എന്ന വാക്ക് നമുക്ക് ഉപയോഗിക്കാമോ? 5, ദൈവഹിതം എന്ന് നമ്മൾ പറയുന്ന പ്രവൃത്തി ദൈവത്തിൻ്റെ സ്വഭാവത്തിന് ചേർന്ന പ്രവൃത്തിയാണോ? അപ്പോൾ 5 കാര്യങ്ങളാണ് ഒരു കാര്യത്തെ, ഒരു സംഭവത്തെ ദൈവഹിതമാണോ അല്ലയോ എന്ന് നമ്മൾ പറയുന്നതിന് മുൻപ് മനസ്സിൽ സൂക്ഷിക്കേണ്ടത്. 1, അത് അവോയ്ഡബിൾ ആയിരുന്നോ? അത് ഒഴിവാക്കാനാവുമായിരുന്നു. 2, അത് അച്ചീവബിൾ ആയിരുന്നു. നിങ്ങൾ അല്പം കൂടെ പരിശ്രമിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്കത് നേടാമായിരുന്നു. 3, ഒരു പ്രവൃത്തി ദൈവഹിതമാണെങ്കിൽ ആ പ്രവൃത്തിയുടെ പേരിൽ ദൈവത്തിന് ആ മനുഷ്യനെ ന്യായം വിധിക്കാനാവില്ല. ന്യായവിധി ക്ഷണിച്ചു വരുത്തുന്ന ഒരു പ്രവൃത്തിയെ ദൈവഹിതം എന്ന് പറയാമോ? 4, ഒരു പ്രവൃത്തിയെ ദൈവഹിതം എന്ന് ഉപയോഗിക്കുന്നതിന് മുൻപ്, വിളിക്കുന്നതിന് മുൻപ് ആ പ്രവൃത്തി കൊണ്ട് ആരൊക്കെ കരഞ്ഞിട്ടുണ്ട്, ആരുടെയൊക്കെ ചോര വീണിട്ടുണ്ട്, ആരൊക്കെ അതിൻ്റെ ഇരകളായിട്ടുണ്ട് എന്ന് ചിന്തിക്കാതെ, ഇരകളുടെ പക്ഷത്ത് നിന്ന് ആലോചിക്കാതെ ഒരു പ്രവൃത്തിയെയും നമ്മൾ ദൈവഹിതം എന്ന വാക്കുകൊണ്ട് ന്യായീകരിക്കരുത്. 5, ഒരു പ്രവൃത്തി ദൈവഹിതമാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ 5-മതായി ഉപയോഗിക്കാവുന്ന ഒരാലോചന, ആ പ്രവൃത്തി ദൈവത്തിൻ്റെ സ്വഭാവത്തിന് ചേർന്നതാണോ? ഇത്രയും ആലോചനകൾ മനസ്സിൽ വെച്ചുകൊണ്ട് ജോസഫ് പറയുന്ന ഒരു പ്രസ്താവനയെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ജോസഫ് ഇപ്പോൾ മിസ്രയേമിന് അധിപതിയാണ്. സഹോദരന്മാർ കൊല്ലാൻ ശ്രമിക്കുന്നു. അപ്പോൾ അതിലൊരുത്തൻ പറയുന്നു ഇവനെ പൊട്ടക്കിണറ്റിലിടാം. വേറൊരു കൂട്ടർ പറയുന്നു ഇവനെ മിസ്രയേമ്യർക്ക് വിൽക്കാം. അങ്ങനെ സഹോദരന്മാരും അല്ലെങ്കിൽ കൂടപ്പറപ്പുകളും വിശ്വസിച്ചവരും എല്ലാം ചതിച്ച് 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 അങ്ങനെ ഒരു അറ്റ് ദി എൻഡ് ഓഫ് എൻഡ്ലെസ് ഡിസപ്ഷൻ, അവസാനിക്കാത്ത ചതിയുടെ ഇരയായ ഈ മനുഷ്യൻ അവസാനം മിസ്രയേമിൻ്റെ സർവാധിപതിയാകുമ്പോൾ, തൻ്റെ സഹോദരന്മാർക്ക് മുൻപിൽ തന്നെ തന്നെ വെളിപ്പെടുത്തുമ്പോൾ യോസഫ് പറയുന്നു ദൈവമാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ദൈവമാണോ ജോസഫിനെ അവിടെ എത്തിച്ചത്? ഇന്ന് പറയുന്നത് അപൂർണമാണ്. അതുകൊണ്ട് അതിൻ്റെ വെളിച്ചത്തിൽ ഈ പറയുന്നതിനെ മനസ്സിലാക്കാൻ തിരക്ക് കൂട്ടരുത് എന്നാണ് പറഞ്ഞതിൻ്റെ സാരം. ജോസഫ് പറയുന്നു ദൈവമാണ് എന്നെ അയച്ചത്. ദൈവം സഹോദരന്മാരുടെ ചതിയിലൂടെയാണോ തൻ്റെ ഹിതം നടപ്പിലാക്കുന്നത്? മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ദൈവം തൻ്റെ പദ്ധതി നടപ്പിലാക്കാൻ കൂട്ടുപിടിക്കുന്നത് ചതിയന്മാരെയാണോ? ചതിയന്മാരെയും അധാർമികളെയും സഹോദര സ്നേഹമില്ലാത്തവരെയും കുലപാതകന്മാരെയും അസൂയയുള്ളവരെയും പകയുള്ളവരെയും കൂട്ടുപിടിച്ച്
തൻ്റെ ഹിതം നടപ്പിലാക്കേണ്ട ഗതികേട് സർവശക്തനായ ദൈവത്തിനുണ്ടോ? ചതിയന്മാരെ അല്ലാതെ മറ്റാരെയും ദൈവത്തിന് തൻ്റെ ഹിതം നടപ്പിലാക്കാൻ കിട്ടിയില്ലേ? ആദ്യത്തെ വിചാരത്തിന് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തലക്കെട്ട്, ഒരു ഡിസ്ഫങ്ഷണൽ ഫാമിലി. ഹൗ ഡസ് എ ഡിസ്ഫങ്ഷണൽ ഫാമിലി ഫ്രസ്ട്രേറ്റ് ഗോഡ്സ് പ്ലാൻസ്? ഇച്ചിരി കട്ടിക്കിരിക്കട്ടെ എന്ന് വിചാരിച്ച് അല്ലെ, ഒരു സ്റ്റാൻഡേർഡ് ഇല്ല എന്ന് നിങ്ങൾ പറയും. ഇത്രയേ ഉള്ളൂ സംഭവം. ഹൗ ഡസ് എ ഡിസ്ഫങ്ഷണൽ ഫാമിലി ഫ്രസ്ട്രേറ്റ് ഗോഡ്സ് പ്ലാൻസ് എന്ന് പറഞ്ഞാൽ, അനുഗ്രഹീതമല്ലാത്ത അല്ലെങ്കിൽ ശാപഗ്രസ്തമായ കുടുംബ ബന്ധങ്ങൾ എങ്ങനെയാണ് ദൈവത്തിൻ്റെ പദ്ധതിയെ അട്ടിമറിക്കുന്നത്? ജോസഫിൻ്റെ കുടുംബം പരിശോധിക്കുമ്പോൾ അവിടെ 3 പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. 1 സ്നേഹം, 2 അധികാരം, 3 ധനം. ഈ മനുഷ്യന് എത്ര കിട്ടിയാലും തികയാത്തതും മതിയാവാത്തതുമായ 3 കാര്യങ്ങളാണ് സ്നേഹം, അധികാരം, പണം. പലപ്പോഴും നമ്മൾ ഇതിൽ ചേർക്കുന്ന 1 ലൈംഗികതയാണ്. പക്ഷെ അത് മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യമുള്ള കാലം വരെയേ ഉള്ളൂ ഈ ലൈംഗികതയ്ക്ക് വേണ്ടിയുള്ള ദാഹം. എന്നാൽ ICUവിൽ കിടക്കുമ്പോഴും അധികാരത്തോടും പണത്തോടും സ്നേഹത്തോടുമുള്ള മനുഷ്യൻ്റെ ആർത്തി അവസാനിക്കുന്നില്ല. ജോസഫിൻ്റെ ഈ ഒരു ഡിസ്ഫങ്ഷണൽ, സുസജ്ജമായ, സുസംഘടിതമല്ലാത്ത ഈ കുടുംബത്തിൻ്റെ പ്രശ്നം സ്നേഹവും അധികാരവും ധനവുമാണ്. ഇത് ഈ കുടുംബത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, ജോസഫിൻ്റെയും സഹോദരന്മാരുടെയും മാത്രം പ്രശ്നമല്ല, ഇത് ഇവരുടെ പാരമ്പര്യത്തിലുണ്ട്. അപ്പനായ യാക്കോബ് ഏശാവിനോടുള്ള ബന്ധത്തിൽ ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയത്. മൂത്തവൻ എന്ന നിലയിൽ ഇസഹാക്കിന് ഏശാവിനോട് കൂടുതൽ സ്നേഹം തോന്നാം. അപ്പോൾ സ്നേഹം പിടിച്ചു വാങ്ങിക്കാനുള്ള യാക്കോബിൻ്റെ പരിശ്രമങ്ങൾ, അതിന് കൂട്ടുനിൽക്കുന്ന അമ്മ. 2 അധികാരമാണ്, ജ്യേഷ്ഠാവകാശം. 3 ഈ ജ്യേഷ്ഠാവകാശത്തോടൊപ്പം തനിക്ക് കിട്ടുന്ന ധനം. അപ്പോൾ സ്നേഹം, അധികാരം, ധനം. ലോക ചരിത്രത്തിൽ ഈ സാധനം മിക്ക മനുഷ്യരുടെയും ജീനിലുണ്ട്. അധികാരവും സ്നേഹവും ധനവും. ഈ കുടുംബത്തിൽ ജോസഫിനോട് അപ്പന് അല്പം സ്നേഹം കൂടുതലുണ്ട്. അതിൻ്റെ പ്രധാന കാരണം വാർദ്ധക്യത്തിൽ തനിക്ക് ലഭിച്ച മകനാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അപ്പൻ്റെ വീക്ക്നെസ് ആണ് ആര്? ജോസഫ്. എവിടെയാണോ അധികാര സ്ഥാനത്തിരിക്കുന്നവർക്ക് ചില മനുഷ്യർ വീക്ക്നെസ് ആവുന്നത്, അവിടെ കലാപവും അവിടെ അക്രമങ്ങളും സംഭവിക്കും. ഒന്നുകിൽ എൻ്റെ ദേശക്കാരനാവാം, എൻ്റെ നാട്ടുകാരനാവാം, എൻ്റെ കൂടെ പഠിച്ചവനാവാം, എൻ്റെ പെട്ടിയെടുക്കുന്നവനാവാം, അല്ലെങ്കിൽ പണ്ട് എൻ്റെ കുഞ്ഞമ്മയ്ക്ക് പനി വന്നപ്പം മരുന്ന് വാങ്ങിക്കൊടിച്ച തോമാച്ചൻ്റെ ബന്ധത്തിലുള്ളതാവാം. ഈ കുടുംബത്തിലെ മുഴുവൻ കലാപങ്ങൾക്കും തിരികൊളുത്തുന്നത് അപ്പൻ്റെ വീക്ക്നെസ് ആണ്. എന്താണ് അപ്പൻ്റെ വീക്ക്നെസ്? വാർദ്ധക്യത്തിൽ ജനിച്ച മകനോട് ഒരു അമിത സ്നേഹം. സ്നേഹം നല്ലതാണ്, പക്ഷേ ഒരു കുടുംബത്തിൽ അത് ഡിസ്പ്രപ്പോർഷനേറ്റ് ആകരുത്. അധികമായ, അമിതമായ സ്നേഹം
എന്തെങ്കിലും രോഗാവസ്ഥയിലുള്ളവരോടോ ശാരീരിക ദൗർബല്യം അനുഭവിക്കുന്നവരോടോ വാർദ്ധക്യത്തിലുള്ളവരോടോ കാണിക്കുന്നതിനൊരു ന്യായമുണ്ട്. എന്നാൽ ഇവിടെ 12 മക്കളിൽ അപ്പൻ്റെ വീക്ക്നെസ്സാണ് ജോസഫ്. ഒരു കുടുംബത്തെ, ഒരു ഇടവകയെ, ഒരു സഭയെ നാശത്തിലോട്ട് തള്ളിവിടാൻ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് ചില മനുഷ്യർ ഒരു വീക്ക്നെസ് ആയാൽ മതി. ഇനിയും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വീക്ക് കിട്ടേണ്ട പ്രവൃത്തിക്ക് പറയുന്ന പേരാണ് വീക്ക്നെസ് എന്ന് പറയും. അത്രയേ ഉള്ളൂ. അതിന് ഇംഗ്ലീഷിൽ അതിന് വലിയ വീക്ക് വാങ്ങിക്കേണ്ട നെസ്സിന് പ്രവൃത്തിക്കുള്ള പരിപാടിക്ക് പറയുന്നതാണ് വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ തല്ലുകൊള്ളിത്തരമെന്നാണ് അതിൻ്റെ അർത്ഥം. ഒരപ്പൻ എന്ന നിലയിൽ 12 മക്കൾക്കും സ്നേഹം തുല്യമായി പകുത്തു കൊടുക്കാൻ ദൈവം നിയമിച്ചാക്കിയിരിക്കുന്ന കുടുംബസ്ഥന് അതൊരു പദവിയാണ്, അതൊരു അധികാര സ്ഥാനമാണ്. അപ്പൻ്റെ സ്ഥാനത്തിരിക്കുന്നവർക്ക് ചില മനുഷ്യർ വീക്ക്നെസ് ആവാൻ പാടില്ല.